ഹലോ, ലൈഫ് വിത്ത് മോളി എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? വെജിറ്റബിൾ ചിക്കൻ കറിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. വെജിറ്റബിൾ ചിക്കൻ കറിക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ നന്നായിട്ട് കഴുകി, ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ട്. അത് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഉരുളക്കിഴങ്ങുണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, വഴുതനങ്ങയുണ്ട്, പിന്നെ പച്ചമുളക്, ഉള്ളി, തക്കാളി, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, കറിവേപ്പില. ഇതൊക്കെ നമ്മളെ വീട്ടിൽ ഇനിയും എന്തൊക്കെ പച്ചക്കറി ഉണ്ടോ അതൊക്കെ നമുക്ക് ചെയ്യാം. മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ അതിടാം. അങ്ങനെ പല പച്ചക്കറികളുണ്ടെങ്കിൽ, ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ഇടാം. അങ്ങനെ നമ്മളെ വീട്ടിലുള്ള എന്തൊക്കെയുണ്ടോ അങ്ങനെ ഇട്ടിട്ട് നമുക്കൊക്കെ. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഇത്രയൊക്കെ സാധനമാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ വെക്കുന്നു നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പേ നമുക്ക് കുറച്ച് മസാല കൂട്ടുകൾ നമുക്കൊന്ന് ചെറുങ്ങനെ ഒന്ന് വറുത്തെടുക്കാം. ആദ്യം നമ്മൾ 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു, 2 സ്പൂണ് ചിക്കൻ മസാലപ്പൊടി ഇട്ടു, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾ പൊടി ഇട്ടു, മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ടു, 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചിക്കൻ കറിക്ക് ആവശ്യമുള്ള മസാലക്കൂട്ടുകൾ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതൊന്നും നമ്മൾ പാക്കറ്റായിട്ട് വാങ്ങിക്കുന്നതല്ല, സ്വന്തമായിട്ട് ഞങ്ങൾ കഴുകി ഉണക്കി, മുളക്, മല്ലി ഇതൊക്കെ നമ്മൾ കഴുകി ഉണക്കി സ്വന്തമായിട്ട് നമ്മളടുത്ത് മില്ലിൽ നിന്ന് പൊടിപ്പിച്ചിട്ട് എടുക്കുന്നതാണ്. പിന്നെ ഇങ്ങനെ ഒരു കറി നമ്മൾ വെച്ച് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ അവരധികം, കുട്ടികളും പച്ചക്കറികളൊന്നും അധികം കുട്ടികൾ കഴിക്കാത്തതാണ്. ചിക്കൻ്റെ കൂടെ ഇതൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അവരിത് കഴിച്ചോളും. മസാലപ്പൊടി നന്നായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഓഫാക്കാം. ഒരു 2 മിനിറ്റിന് മതി, അത് മതി. ഇനി നമുക്ക് ഓഫാക്കാം. കുക്കറിനകത്താണ് ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ആദ്യം കുക്കർ വെച്ചു. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി നമുക്ക് വേണ്ടത് മാത്രം ഇട്ടാൽ മതി. വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് അത് നന്നായി ഒരുമാതിരി വരുമ്പോൾ, അധികം നോക്കണ്ട. അതിനുശേഷം നമ്മളിതിനകത്ത് സവോള അരിഞ്ഞ് വെച്ചത്, 2 സവോളയാണ് ഞാൻ എടുത്തത്. 2 സവോള അരിഞ്ഞ് വെച്ചത് അതിനകത്തിട്ട് ഒരു 3 പച്ചമുളകുണ്ടായിരുന്നു. പച്ചമുളക് നന്നായിട്ട് ഇളക്കി, പച്ചമുളകും ഉള്ളിയും സവോളയും ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് ആയതിനു ശേഷം വഴുതനങ്ങ ഇട്ടു. ഇത് വഴുതനങ്ങയാണ് ഇതിന് ആവശ്യത്തിന് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ക്യാരറ്റ്, 1 ക്യാരറ്റ്, ആ ക്യാരറ്റ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്തത് വേണം. ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത ഗ്രീൻ പീസാണ്. അതൊരു 50 ഗ്രാം നന്നായിട്ട് കുതിർത്താണ്. വെള്ളമിച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇടാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ്. 2 ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇതിന് ആവശ്യമായിട്ട് എടുക്കുന്നത്. 2 ഉരുളക്കിഴങ്ങ് ഇട്ടു. തക്കാളി, 2 തക്കാളിയാണ്. തക്കാളി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. വറുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുകൾ ഇതിനകത്തൊക്കെ ആഡ് ചെയ്യും.
നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റാണ് ചിക്കൻ ഉണ്ടാക്കിക്കുന്നത്. ചിക്കൻ കഴുകി മാറ്റി വെച്ചതാണ്. ചിക്കൻ ഇതിനകത്തിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇടാം. ഞാൻ ഇതിന് ഒരു ടേബിൾ സ്പൂണും കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണും കുറച്ചും കൂടെ ഉപ്പിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയിട്ട് കറിവേപ്പിലയിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് വെള്ളം അധികം വേണ്ട, കുറച്ച് വെള്ളം മതി. ഇത് വേവാനുള്ള വെള്ളം. ഇത്രയും വെള്ളം മതി. ചിക്കൻ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇത്ര മാത്രം വെള്ളം മതി. അത് നമുക്ക് നോക്കിയിട്ട് ഒഴിക്കാം. ഇത്ര മാത്രം വെള്ളം മതി. അതിനുശേഷം നമ്മൾ ഇത് അടച്ച് വെച്ച് ഇതിനൊരു അടച്ച് വെച്ചതിന് ശേഷം ഒരു 4 വിസിൽ വരുമ്പോൾ വന്നാൽ ഇത് വെന്ത് കാണും. 4 വിസിൽ വരട്ടെ. ഇപ്പം 4 വിസിലടിച്ചു. ഇതിന് എയർ മൊത്തം പോയതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. കറി റെഡിയായി. വെജിറ്റബിൾ ചിക്കൻ കറി റെഡിയായി. ഓക്കെ, അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ചിക്കൻ കറി റെഡി. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. പച്ചക്കറി ആയതുകൊണ്ട്